ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോജു ജോണി എന്നാണ്. 1991 ഇരിഞ്ഞാലക്കുട സെയിൻറ്റ് ജോസഫ് കോളേജിൽ വെച്ച് നടന്ന ഗ്ലോറിയ എന്ന് പറയുന്ന കൺവെൻഷനോട് കൂടിയാണ് ഞാനൊരു ജീസസ് യൂത്തായി പരിണമിക്കുന്നത്. എനിക്ക് തമ്പുരാൻ തന്നിട്ടുള്ള താലന്തുകൾ പ്രയോജനപ്പെടുത്തി തമ്പുരാൻ്റെ രാജ്യത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി പണിയെടുക്കാൻ എനിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ജീസസ് യൂത്ത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷോബി ആൻ്റണി. 91-92 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ജീസസ് യൂത്തിൻ്റെ ഒരു ധ്യാനം കൂടുന്നത് ചെമ്മണ്ടയിൽ വെച്ച്. അതിനുശേഷം ഈശോയുമായിട്ട് നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ഈശോയോടൊപ്പം ജീവിക്കാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് ലഭിച്ചു. ഇന്നും ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ തുടരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ദൈവകൃപയായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ടോബിൻ ജോസഫ്. ഞാൻ 2020 ജീസസ് യൂത്ത് അംഗമാകുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ പ്രെയർ മീറ്റിംഗ് തന്നെയാണ്. പിന്നെ നമ്മൾ തന്നെ ഒരുങ്ങി, നമ്മൾ തന്നെ പ്രാർത്ഥിച്ച്, നമ്മൾ തന്നെ ഒരുക്കിയിരുന്ന ഒരുപാടധികം പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജോസഫ് യൂജിൻ. ഞാൻ 2017 ജീസസ് യൂത്തുമായി ചേർന്ന് പ്രവർത്തിച്ചത്. എന്നെ ജീസസ് യൂത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവരുടെ ഈശോയ്ക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായ പ്രവർത്തനമാണ്. താങ്ക് യു. പ്രൈസ് ഗോഡ്. ഞാൻ ജീസസ് യൂത്തിൽ ജോയിൻ ചെയ്യുന്നത് 2015. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ഒരു പ്രാർത്ഥന ആവശ്യമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗം. ഹായ്, എൻ്റെ പേര് അലൻ ആൻഡോ. ഞാൻ 2012 ജയവായിൽ ജോയിൻ ചെയ്തത്. കോളേജിൽ വെച്ചായിരുന്നു. ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഗ്യാദർ ചെയ്ത് ബൈബിൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അത് തന്നെയായിരുന്നു, ആ ഗ്യാദറിംഗ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജയവായിൽ ടേക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് കാതറിൻ. ഞാൻ 2018-19 കാലഘട്ടത്തിലാണ് ജീസസ് യൂത്ത് കരാഞ്ചേരിയുടെ ഭാഗമായത്. എനിക്ക് അവരിൽ ഏറ്റവും ആകർഷിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് അവർ എല്ലാ ദിവസവും 3 മണിക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടാനും കർണക്കൊന്ത എല്ലാനും കരുണയുടെ തിരുനാൾ വളരെ ആഘോഷമായിട്ട് നടത്താനും അവർ ശ്രമിച്ചിരുന്നു. സിൻജോ ജോസ്. ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വന്നത് 2011-2012 കാലഘട്ടത്തിലാണ്. സ്വന്തമായി പ്രാർത്ഥിക്കാൻ പഠിച്ചതും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പഠിച്ചതും ഞാൻ ജീസസ് യൂത്ത് വഴിയാണ്. അതിപ്പോൾ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ഡോൺ. ഞാൻ 2011 ജീസസ് യൂത്ത് ഫാമിലിയിലേക്ക് കടന്നു വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം ജീസസ് യൂത്ത് പ്രെയർ മീറ്റിങ്ങിലെ ബൈബിൾ ഷെയറിംഗ് ആണ്. നമ്മൾ തന്നെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് വചനം പങ്കുവെക്കുന്ന ഒരു അനുഭവമാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റിനോയ്. 2006 മാപ്രാണത്ത് വെച്ച് നടന്ന സെനാക്കിൾ ഫെസ്റ്റ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ജീസസ് യൂത്തിന്റെ ഭാഗമായി തുടങ്ങുന്നത്. പിന്നീട് 20 വർഷക്കാലത്തോളം ഇപ്പോൾ പിന്നിടുമ്പോൾ ഈശോയുടെ കൈ പിടിച്ച് നടക്കുന്ന ആ ഫീലിംഗ് ആണ് ഈ കൂട്ടായ്മയുടെ കൂടെ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നത്. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഏബൽ. 2017 ഏഞ്ചൽസിലൂടെയാണ് ഞാൻ ജീസസ് യൂത്ത് കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. ജീസസ് യൂത്തിൻ്റെ ഞായറാഴ്ചയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളും വചന വിചിന്തനവും ഒക്കെ എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. സ്നേഹം. എൻ്റെ പേര് ജോർജ്. ഞാൻ 2017 ജീസസ് യൂത്തിലോട്ട് വരുന്നത്. ഞാൻ ക്രിസ്റ്റീനിലൂടെയാണ് ജീസസ് യൂത്തിനെ പറ്റി കേൾക്കുന്നതൊക്കെ. എന്നെ ഏറ്റവും കൂടുതൽ ജീസസ് യൂത്തിൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം ഞായറാഴ്ചകളിലെ പ്രയർ മീറ്റിംഗ് ആണ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ഗോഡ്വിൻ. ഞാൻ 2019 ജീസസ് യൂത്ത് മൂവ്മെന്റിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ജീസസ് യൂത്തിലെ ഒരു ഫെലോഷിപ്പിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ജീസസ് യൂത്തിന്റെ ഫെലോഷിപ്പാണ്. ഏതൊരു സാഹചര്യത്തിലും ജീസസ് യൂത്തിന്റെ മെമ്പേഴ്സിന്റെ ആ ഒരു ഒത്തൊരുമയും, ആർക്ക് എന്ത് പ്രശ്നം വന്നാലും എല്ലാവരും ഒറ്റക്കെട്ടായി ആ പ്രശ്നത്തെ നേരിടുന്നതും, അതൊക്കെയാണ് ജീസസ് യൂത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് നവീൻ ഫ്രാൻസിസ്. ഞാൻ 2017 മുതലാണ് കരാഞ്ചിറ ജീസസ് യൂത്തിന്റെ ഭാഗമായത്. ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ വഴിയാണ് ഞാൻ ജീസസ് യൂത്തിന്റെ ഒരു അംഗമായിട്ട് കയറിയത്. എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തേക്കുന്നതും ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ എല്ലാ പ്രോഗ്രാംസും ആ ഒരു ഫെലോഷിപ്പും തന്നെയാണ്.